ബാക്ക്. അപ്പോൾ നമുക്ക് ഇന്നെന്താ കിച്ചണിലാണ് നിങ്ങൾ ആലോചിക്കുന്നത്. കുറച്ച് നാച്ചുറൽ ആയിട്ട് തന്നെ ചെയ്യുന്നത്. കാരണം നമ്മൾ കിച്ചണിൽ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് എങ്ങനെയാണ് നമ്മുടെ കഴുത്തിലെ കറുപ്പ് മാറ്റുക എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇന്ന് തൊട്ട് അടുത്ത 12 ദിവസം 12 ഡേയ്സ് ചലഞ്ച് ആയിട്ട് ചെയ്യാം കേട്ടോ. 12 ഡേയ്സ് കൊണ്ട് പൂർണ്ണമായിട്ട് മാറുന്നല്ല എങ്കിലും നമുക്ക് നല്ലപോലെ ഫെയ്ഡ് ഔട്ട് ചെയ്യാനായിട്ട് മാക്സിമം നമുക്ക് ശ്രമിക്കാം. അത് കഴിഞ്ഞ് എഗെയിൻ ഒരു 12 ഡേയ്സ് നിങ്ങൾ ഈ റൊട്ടീൻ തന്നെ ഒന്നുകൂടെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്കിന്നിൽ ഒരു പ്രോബ്ലം, അതായത് തൈറോയിഡ്, എക്സിമ, ഹോർമോൺ ഇംബാലൻസ് ഇതുപോലുള്ള അസുഖങ്ങൾ കൊണ്ട് ഉണ്ടായ ബ്ലാക്ക് കളർ അല്ലെങ്കിൽ നല്ലപോലെ പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും. അല്ല ഇങ്ങനെ കൊണ്ടിട്ട് ഉണ്ടായിട്ടുള്ള ബ്ലാക്ക് കളർ ആണെങ്കിൽ ഒന്ന് ഫെയ്ഡ് ഔട്ട് ആയി എടുക്കാനായിട്ട് കുറച്ച് സമയം എടുക്കും. നിങ്ങൾ കറക്റ്റ് ആയിട്ട് അത് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് തുടക്കം എന്ന് പറയുന്നത് ഒരുപാട് വലിച്ചിട്ട് ഒന്നും സംസാരിച്ചുകൊണ്ട് പോകുന്നില്ല, നമുക്ക് പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. തുടക്കം എന്ന് പറയുന്നത് നമ്മുടെ ഫേസ്, കഴുത്ത് എന്ന് പറയുന്നത് നമ്മൾ ഫേസ് ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ നമ്മുടെ കഴുത്തും ശ്രദ്ധിക്കണം. അപ്പോൾ ഫേസിന് ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മൾ ഈ പാർലറിലൊക്കെ പോകുമ്പോൾ മസാജ് ഫേഷ്യലൊക്കെ ചെയ്യുന്ന സമയത്ത് അവർ ഓൺലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇത്രയും ഒരു ഭാഗമാണ്. നമ്മുടെ കഴുത്തിന്റെ ബാക്ക് സൈഡ് അവർ മോസ്റ്റ്ലി ആരും അങ്ങനെ ശ്രദ്ധിക്കാറില്ല. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ കഴുത്തിന്റെ ബാക്ക് എന്ന് പറയുന്നത് നമ്മൾ രാവിലെ ഒരു ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകുമ്പോഴായിരുന്നാലും നമ്മുടെ കഴുത്തിന്റെ ബാക്കും കൂടെ ചേർത്ത് വേണം എപ്പോഴും കഴുകാനായിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഒരു നല്ല മസാജിങ് വേണം. കഴുത്ത് ക്ലെൻസ് ചെയ്യുക. ഫസ്റ്റ് നമ്മൾ ഈ ഒരു കണ്ടിന്യൂസ് ഫുൾ ഡേയും ഓട്സിന്റെ പൗഡറിനകത്ത് മിൽക്ക് മിക്സ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ആ ഒരു ക്രീം ബേസിലാക്കി അത് വെച്ചിട്ടാണ് റബ്ബ് ചെയ്ത് വാഷ് ചെയ്യേണ്ടത്. ഈ ഒരു 12 ഡേയ്സും കഴുത്തിൽ ഇത് വേണം നിങ്ങൾ വാഷ് ചെയ്യാനായിട്ട്. കുളിക്കുമ്പോൾ പോലും നിങ്ങൾ കഴുത്തിൽ സോപ്പ് ഉപയോഗിക്കാൻ പാടില്ല. ഫേസിലും കഴുകിക്കോളാം കേട്ടോ. പാല് ഏതെങ്കിലും രീതിയിൽ അലർജി ഉള്ളവരാണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വെള്ളം മാത്രം ഉപയോഗിക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് റോസ് വാട്ടർ ആണെങ്കിൽ റോസ് വാട്ടർ, എന്താണോ സ്കിന്നിന് സ്യൂട്ട് ആകുന്നത് അത് ഉപയോഗിക്കാം. പക്ഷെ പാല് നമുക്ക് എല്ലാവർക്കും അറിയാം നല്ലൊരു ക്ലെൻസർ ആണ്. പാൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സൂപ്പർ റിസൾട്ട് കിട്ടും. അപ്പൊ നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് നമ്മുടെ മസാജിങ്ങിന് വേണ്ടി ഞാൻ ക്യാരറ്റ് ഓയിൽ തന്നെയാണ് എടുക്കുന്നത്. നമ്മൾ ഉണ്ടാക്കിയ ക്യാരറ്റ് ഓയിൽ ഉപയോഗിക്കുന്നത് കണ്ടിട്ടില്ലാത്തവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് കണ്ടിട്ട് അതുപോലെ ഉണ്ടാക്കാം. മസാജിങ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് ഒരു മസാജിങ് ചെയ്യണം കഴുത്തില്. ഇതെന്ന് പറയുന്നത് സ്കിൻ എന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നാണ്. അപ്പൊ നമ്മൾ മസാജ് ചെയ്യുമ്പോൾ ഞാൻ മുമ്പുള്ള വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് പോലെ എപ്പോഴും അപ്വേർഡ് ഡയറക്ഷനിൽ വേണം മസാജ് ചെയ്യാൻ. അപ്വേർഡ് റൗണ്ട്, കഴുത്തിന്റെ ബാക്ക് ആയിരുന്നാലും അപ്വേർഡ് റൗണ്ട്, ഈ ഒരു ഡയറക്ഷനിൽ വേണം നമ്മൾ എപ്പോഴും മസാജ് ചെയ്യാനായിട്ട്. ഓക്കെ, ആദ്യം നമുക്ക് ഫസ്റ്റ് നല്ലപോലെ ക്ലെൻസ് ചെയ്യാം. നല്ലപോലെ ക്ലെൻസ് ചെയ്തതിന് ശേഷം വരിക ഓട്സും. ഞാനിപ്പോൾ ഓൾറെഡി ഓട്സും പാലും കൂടെ മിക്സ് ചെയ്ത് നല്ലപോലെ കഴുത്ത് ക്ലെൻസ് ചെയ്തിട്ടുണ്ട്. കഴുത്തും ഫേസും എല്ലാം ക്ലെൻസ് ചെയ്തിട്ടുണ്ട്. എനിക്കൊരു മസാജ് ചെയ്യുമ്പോൾ ഫേസ് കൂടെ ചേർത്ത് ചെയ്യും. അത് നിങ്ങളുടെ ഇഷ്ടം, ഒന്നും പ്രോബ്ലം ഇല്ല. ഇപ്പൊ നമ്മൾ വീഡിയോ കഴുത്ത് മാത്രമായതുകൊണ്ട് ഫസ്റ്റ് നമുക്ക് മസാജ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ആവശ്യത്തിന് ഓയിൽ എടുക്കാം. ഒരുപാട് ഓയിൽ, ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഒരുപാട് ഓയിൽ നിങ്ങൾ എടുക്കാൻ പാടില്ല. ആവശ്യത്തിന് കുറച്ച് ഓയിൽ മാത്രമേ എപ്പോഴും മസാജിങ്ങിന് വേണ്ടി എടുക്കാൻ പാടുള്ളൂ. അതും നല്ലപോലെ കയ്യിൽ വെച്ച് ചൂടാക്കണം. കഴുത്തിന്റെ ബാക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ കാണിച്ചു തരാം. കഴുത്തിന്റെ ബാക്ക് ഞാൻ ഇപ്പൊ മുടിയെല്ലാം കൂടെ വാരി എല്ലാം കൂടെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ക്ലിപ്പിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കഴുത്തിന്റെ ബാക്ക് എന്ന് പറയുന്നത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കഴുത്തിന്റെ ബാക്കിൽ ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ മസാജ് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ കഴുത്ത് ഇതുപോലെ നമ്മൾ ഒരുപാട് പ്രഷർ കൊടുക്കരുത്. കൈ മാക്സിമം കുറഞ്ഞ പ്രഷറിൽ വേണം എപ്പോഴും ചെയ്യാനായിട്ട്. ഇതുപോലെ ചെയ്യാം. അതായത് 5 മിനിറ്റ്സ് നിങ്ങൾ മസാജ് ചെയ്യണം. 15 മിനിറ്റ്സ് കഴിയുമ്പോൾ എഗെയിൻ നമുക്ക് നല്ലപോലെ ആ ഓട്സിന്റെ പൊടി തന്നെ ഇട്ട് നല്ലപോലെ കഴുകാം. ഇത് വേറെ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾ ഫസ്റ്റ് ക്ലെൻസ് ചെയ്യുന്ന സമയത്ത് നോർമൽ വാട്ടർ മാത്രം ഉപയോഗിച്ച് ക്ലെൻസ് ചെയ്യുക. ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എണ്ണ ഇട്ടിട്ട് അതിനുശേഷം വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ഓട്സിന്റെ പൗഡർ ഇട്ട് കഴുകാം. 2 നേരം കഴുകിയാലും കുഴപ്പമില്ല. ഓട്സ് അല്ലേ, ഡ്രൈ ആക്കത്തില്ല സ്കിന്ന്. അങ്ങനെ വേണമെങ്കിലും കഴുകാം, ഇങ്ങനെ വേണമെങ്കിലും കഴുകാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾ 5 മിനിറ്റ് മസാജ് ചെയ്യണം. അതിനുശേഷം ഒരു 15 മിനിറ്റ്സ് കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ പറയുന്നത് പോലെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല റിസൾട്ട് കിട്ടും. 15 മിനിറ്റ്സ് വെച്ചതിന് ശേഷം നമുക്ക് കഴുകാം. അപ്പൊ ഒരു 15 മിനിറ്റ്സ് ഇരിക്കട്ടെ. ഞാൻ കഴുകിയിട്ടില്ല, കാണിക്കാം. ഇപ്പൊ ഞാൻ കഴുത്തില് എണ്ണയൊക്കെ ഇട്ടത് വാഷ് ചെയ്തിട്ടുണ്ട്.
സോപ്പൊന്നും ഇട്ടല്ല, നമ്മുടെ ഓട്സ് ഇട്ട് തന്നെ. അപ്പൊ ചെറുതായിട്ടൊരു എണ്ണമയം ഉണ്ടാവും, അത് അവിടെ തന്നെ ഇരുന്നോട്ടെ. കഴുത്തിന് നല്ലപോലെ മോയ്സ്ചർ ആയിട്ട് വെക്കാനായിട്ട് അത് സഹായിക്കും. അതുകൊണ്ട് അത് നിങ്ങൾ പേടിക്കേണ്ട, അത് അവിടെ തന്നെ ഇരുന്നോട്ടെ. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പാക്ക് ഇടാൻ പോവുകയാണ്. എക്സ്ഫോളിയേറ്റ് ഒക്കെ ചെയ്യണം, അത് നമ്മൾ ഇന്ന് ചെയ്യുന്നില്ല. ഫസ്റ്റ് ഡേ നമ്മൾ അതിനെ ഒന്ന് സ്കിന്നിനെ ഒന്ന് സപ്പിൾ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഓയിൽ മസാജ് ചെയ്തിട്ട് നമ്മൾ ഇന്ന് ഇടാൻ പോകുന്നത് പാക്കാണ്. ഇന്നത്തെ നമ്മുടെ പാക്ക് എന്ന് പറയുന്നത്, ഫസ്റ്റ് വേണ്ടത് ഇതിന് ഒരു വലിയ ഒരു ടേബിൾ സ്പൂൺ കടലമാവ് എടുക്കാം. ഓക്കെ, കടലമാവ് തന്നെ വേണം, വേറെ ഒരു ഫ്ലോറും അല്ല, കടലമാവ് തന്നെ എടുക്കാം. ഒരു വലിയ സ്പൂൺ കടലമാവ്. അതിനകത്ത് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാഫ് ലെമൺ പിഴിഞ്ഞത് ഇതിനകത്ത് മിക്സ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് ഫേസിൽ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ. ഹാഫ് ലെമൺ മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് അതിൽ ഒരു പിഞ്ച് ഓഫ് ടർമറിക് കുറേ വേണ്ട, ഒരു പിഞ്ച് ടർമറിക്. എന്നിട്ട് നമ്മളിത് മിക്സ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റോസ് വാട്ടറിൽ വേണം നിങ്ങളിത് മിക്സ് ചെയ്യാനായിട്ട്. എൻ്റെ ഇപ്പം ഞാൻ ഉണ്ടാക്കിയ റോസ് വാട്ടറും തീർന്ന് വാങ്ങിച്ച റോസ് വാട്ടറും ഇല്ല, അതുകൊണ്ട് ഇപ്പം ഞാൻ റോസ് വാട്ടർ യൂസ് ചെയ്യുന്നില്ല, പകരം വെള്ളം യൂസ് ചെയ്യുകയാണ്. റോസ് വാട്ടർ ആണ് ബെസ്റ്റ്. മാക്സിമം നിങ്ങൾ റോസ് വാട്ടർ തന്നെ യൂസ് ചെയ്യുക. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന റോസ് വാട്ടറിന്റെ ലിക്കൊക്കെ ഇട്ടിട്ടുണ്ട്, അതൊക്കെ സൂപ്പർബാണ്. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ, ഒന്നുമില്ല അതിനകത്ത്, വളരെ ഈസി ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും. അത് കണ്ടിട്ടില്ലാത്തവർ ആ ഒരു വീഡിയോ കൂടെ കണ്ടു നോക്കൂ. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടേക്കാം കേട്ടോ. കുറച്ച് റോസാപ്പൂ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ റോസ് വാട്ടർ ഉണ്ടാക്കി വെക്കാം, നല്ല പിങ്ക് കളർ റോസ് വാട്ടർ. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യും കേട്ടോ. അതൊന്ന് പിടിക്കട്ടെ, ആ ലെമണും അതിൻ്റെ ഒരു ജ്യൂസ് ഇതൊക്കെ ഒന്ന് പിടിക്കട്ടെ. ഒരു 2 മിനിറ്റ്സ് നമുക്കത് പിടിക്കട്ടെ. ഇപ്പോൾ ഒരു 2 മിനിറ്റ്സ് കഴിഞ്ഞ് ഇനി നമുക്ക് ഫേസിൽ, നെക്കിൽ ഈ ഒരു അപ്വേർഡ് ഡയറക്ഷനിൽ അപ്ലൈ ചെയ്യാം. കണ്ടോ, ഇതുപോലെ നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. ഒന്ന് റൗണ്ട് ആയിട്ട്, ഇതേ നമ്മളിങ്ങനെ റൗണ്ട് ആയിട്ട് ഫസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക, ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ റൗണ്ട് ആയിട്ട് മസാജ് ചെയ്യുക. കഴുത്തിന്റെ ബാക്കിലായിരുന്നാലും ഇതുപോലെ ഒന്ന് റൗണ്ട് ആയിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. നല്ല സൂപ്പർ റിസൾട്ട് ആയിരിക്കും. നല്ല നല്ല വാക്ക് ഞാൻ കുറേ പേര്, അതുകൊണ്ട് സൂപ്പർ റിസൾട്ട് ആയിരിക്കും. നമ്മൾ 12 ദിവസം കഴിയുമ്പോൾ നമ്മളെ ആദ്യം കളിയാക്കും, പക്ഷെ ഇതെന്തോന്ന് അകത്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അല്ലെ കഴുത്തിന് കറുപ്പ് വരുന്നത്, ഇതിന് പാക്ക് ഇട്ടാൽ മാറുമോ എന്നൊക്കെ ചോദിക്കുന്നവരൊക്കെ മാറി നിൽക്കും. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കരുത്. നമ്മളൊന്ന് ചെയ്യാനായിട്ട് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു, ഇനി മറ്റുള്ളവർ പറയും അയ്യോ അതിനകത്തൊരു ഗുണമില്ല, ചെയ്യത്തില്ല, നമ്മുടെ മനസ്സങ്ങ് പഠിച്ചു പോകും അല്ലേ. ആര് പറയുന്നതും കേൾക്കണ്ട, ആരടുത്തും ഒപ്പീനിയൻ കേൾക്കണ്ട. എന്നെ നിങ്ങൾക്ക് 100% വിശ്വസിക്കാം. ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് ഹാംഫുൾ ആയിട്ടുള്ള ഒരു കാര്യവും പറഞ്ഞു തരത്തില്ല. ചുമ്മാതെ എന്തെങ്കിലും പറഞ്ഞ് നിങ്ങളുടെ സ്കിന്ന് നശിപ്പിക്കത്തില്ല. അത് 100% ഐ പ്രോമിസ്. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ സ്കിന്നിന് അലർജി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രോഡക്ട്സ് അതെനിക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റില്ല, അത് നിങ്ങൾക്കല്ലേ അറിയാവൂ. അപ്പോൾ എന്തെങ്കിലും പ്രോഡക്റ്റ് നിങ്ങൾക്ക് അലർജി ഉണ്ടെങ്കിൽ അത് മാത്രം നിങ്ങൾ സ്കിപ്പ് ചെയ്യുക. നിങ്ങൾ കമന്റ് ഇട്ടാൽ മതി, അതിന് ഓപ്ഷൻ ഉള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ലെമൺ ചിലർക്ക് അലർജി ആയിരിക്കും, കഴുത്തിന് പക്ഷേ ഇട്ടാൽ പലർക്കും ഫേസിൽ ഇടുന്ന മാതിരി അല്ല. നമുക്ക് കഴുത്തിലിട്ടാൽ അങ്ങനെ പെട്ടെന്ന് അലർജി ഒന്നും വരില്ല കേട്ടോ. കഴുത്തിന്റെ ബാക്ക് സ്കിന്നൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഹാർഡ് സ്കിന്നാണ്. അപ്പോൾ നമുക്ക് കഴുത്തിന്റെ ബാക്കിലൊക്കെ ഇട്ട് അലർജി ഒന്നും വരത്തില്ല, നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്നത്, എന്നെ നിങ്ങൾക്ക് 100% വിശ്വസിക്കാം. വേറെ ആരും പറയുന്നത് കേട്ട് അയ്യോ അങ്ങനാണോ ഇങ്ങനാണോ എന്ന് നിങ്ങൾ പേടിക്കുകയേ വേണ്ട. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ പാക്ക് ഇതാണ്. നല്ലപോലെ ഇട്ട് കൊടുക്കുക. ഒരു 20 മിനിറ്റ്സ് കഴുത്തിൽ വെച്ചേക്കുക. അതിനുശേഷം ഇളം ചൂടുവെള്ളത്തിൽ നല്ല രീതിയിൽ വാഷ് ചെയ്യുക. ഒരു 20 മിനിറ്റ്സ് ഇരിക്കട്ടെ, വാഷ് ചെയ്തിട്ട് കാണിക്കാം. ഇപ്പൊ ഞാൻ വൃത്തിയായിട്ട് കഴുകിയിട്ടുണ്ട്. വൃത്തിയായിട്ട് കഴുകിയില്ല, കാരണം കുളിക്കാൻ പോവാണ് ഞാനിപ്പോ. രാവിലെ അല്ലേ കുളിക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് വെള്ളം ഒഴിച്ച് നമ്മൾ കഴുകിക്കളയും. കുളിച്ചുമ്പോൾ നിങ്ങൾ കഴുകി കഴിഞ്ഞതിന് ശേഷം അലോവേര ജെല്ലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു നല്ല മോയ്സ്ചറൈസർ, വാട്ടർ ബേസ്ഡ് മോയ്സ്ചറൈസർ ആയിരിക്കണം. നല്ല കുറച്ച് ഓയിലുള്ള മോയ്സ്ചറൈസർ ആയിരിക്കണം കഴുത്തിൽ അപ്ലൈ ചെയ്യേണ്ടത്. കുറച്ചെടുത്തതിന് ശേഷം ഇതുപോലെ നമ്മൾ ആ ഒരു മസാജിങ് ചെയ്യുന്നത് പോലെ നല്ലപോലെ ഇട്ട് കൊടുക്കുക. മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തതിന് ശേഷം സൺസ്ക്രീൻ മസ്റ്റ് ആണ്. അതിനകത്ത് യാതൊരു കോംപ്രമൈസും ഇല്ല. കഴുത്തിന്റെ ബാക്കിലും ഫ്രണ്ടിലും ഒരേപോലെ സൺസ്ക്രീൻ ഇട്ട് കൊടുക്കുക. ബയോട്ടിക്കിന്റെ സൺസ്ക്രീൻ സൂപ്പർബാണ്. കഴുത്തിന് കുറച്ച് നല്ല ഓയിൽമയായിട്ടുണ്ടാവും. ആ ഒരു സൺസ്ക്രീനിന്റെ ലിങ്ക് ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു മുമ്പ്. അവർ ഞാൻ എൻ്റെ കയ്യിൽ കാണുമായിരിക്കും, അപ്പൊ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആ ഒരു സൺസ്ക്രീൻ എല്ലാവരും കഴുത്തിന് വേണ്ടി വാങ്ങി വെച്ചേക്കുക. സൂപ്പർ സൺസ്ക്രീൻ ആണ് കേട്ടോ. അപ്പോൾ മോയ്സ്ചറൈസർ ഇടുക, സൺസ്ക്രീൻ ഇടുക, ഇത് രണ്ടും മസ്റ്റ് ആണ് കഴുത്തിന്. അറ്റ്ലീസ്റ്റ് ഈ ഒരു 12 ഡേയ്സ് നിങ്ങൾ ഇത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. വിസിബിൾ റിസൾട്ട് അറിയാൻ പറ്റും. അപ്പൊ നിങ്ങൾ അത് ഓട്ടോമാറ്റിക് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. നല്ലപോലെ ഞാൻ കുളിക്കാൻ പോകുന്നതാണ് ഇടാത്തത്, നിങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. നല്ലപോലെ ഇടുക, അത്രയേ ഉള്ളൂ. നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, ഇത് ചെയ്യുക, നോർമലായിട്ടിരിക്കുക.
കുളിക്കുമ്പോൾ നല്ലപോലെ മാക്സിമം തലയിൽ ഒരുപാട് എണ്ണ ഇരിക്കുന്നവർക്കാണ് കഴുത്തിൽ ഒരുപാട് കറുപ്പുണ്ടാവുക. നിങ്ങൾ കുളിക്കുമ്പോൾ തലമുടി നല്ലപോലെ എണ്ണമയം വാഷ് ചെയ്ത് കളയുക. നമ്മുടെ ഈ അടിഭാഗത്തൊക്കെ വിയർപ്പൊക്കെ തീർന്ന് ആ കഴുത്തിലോട്ട് അത് ഇറങ്ങും കേട്ടോ. അതുകൊണ്ടാണ് പ്രോപ്പറായിട്ട് എണ്ണ തലയിൽ നിന്ന് വാഷ് ചെയ്ത് കളയണം എന്ന് പറയുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മൾ മുടി ഇങ്ങനെ അഴിച്ചൊക്കെ ഇടുമ്പോൾ ആ എണ്ണ ഒഴുക്കൊക്കെ കഴുത്തിലായിട്ടും വൃത്തികേടായിട്ട് ഉണ്ടാവും, ഫംഗൽ ഇൻഫെക്ഷൻസ് അങ്ങനെയൊക്കെ ഉണ്ടാകും. അപ്പോൾ എല്ലാവരും കറക്റ്റായിട്ട് ഇതെല്ലാം ശ്രദ്ധിക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഡേ കഴിഞ്ഞു. ഇനി നമുക്ക് നാളെ സെക്കൻഡ് ഡേയിലെ വീഡിയോയുമായിട്ട് കാണാം.